ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് ടു എജുമി. എജുമിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്ക് അടുത്ത ആഴ്ചയാണല്ലോ നമ്മുടെ എക്സാം. ഓരോ എക്സാമുകൾ നല്ല രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. സന്തോഷങ്ങൾ വാരി വിതറുകയാണ് പ്രിയപ്പെട്ടവരെ. എജുമിക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കൂട്ടുകാരെ നിങ്ങൾ അറിയിക്കണം. ഓരോ ബാച്ചിലേക്കും നമ്മൾ സെം 4ൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സെം 4ലേക്കൊക്കെ ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേക റിക്വസ്റ്റ് ചെയ്യാണ്. അവസാനം വെച്ച് നമ്മൾ പഠിച്ച് ഒരു ആവറേജ് മാർക്കെന്ന് വാങ്ങുന്നതിന് പകരം തുടക്കത്തിലെ പഠിച്ച് പഠനഭാരം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടെ നമ്മൾ പഠനം അവസാനിപ്പിക്കാൻ നമുക്ക് തന്നെ ഒരു സന്തോഷം ആ ഒരു ടോപ്പിക്കിനോട് നമുക്ക് തോന്നും. മറ്റേത് കേവലം ഒരു എക്സാം നോളജ് മാത്രം നമ്മൾ കൊണ്ടുപോകുന്നു, ഛർദ്ദിക്കുന്നു എന്ന രീതിയിലേക്ക് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി പഠനം ഒന്നും കൂടി ഗംഭീരമാക്കാൻ പറ്റുന്നൊരു അവസരമാണ് എജ്മി ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരെയും അതിലേക്കൊക്കെ നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ സെക്ഷൻ ബിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. റെഡി അല്ലേ? സെക്ഷൻ ബിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ നിങ്ങൾ, സെക്ഷൻ ബി 2-3 സെൻറ്റൻസ് ആൻസേഴ്സ് 2 മാർക്സ് ഈച്ച്. കണ്ടോ, 2 മാർക്കിനാണ് ചോദ്യം വരുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ഇൻസാനിയ? ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം എന്നാണ് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യത്വം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അല്ല, ഇൻസാനിയ മീൻ ഹ്യൂമനിസം, മനുഷ്യത്വം. ഇൻ അറബി വേർഡാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ഹ്യൂമൻ ഡിഗ്നിറ്റി, കമ്പഷൻ, റേഷണൽ വാല്യൂസ് ബിയൻഡ് നാരോ റിലീജിയസ് ഓർ സെക്ടേറിയൻ ഡിവിഷൻസ്. മനുഷ്യന്മാരാകുമ്പോൾ വിവിധ തരത്തിൽ നമ്മൾ ജനിച്ചൊരു പ്രദേശം ഉണ്ടാവും, അതിൽ തന്നെ ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യത്വം, മനുഷ്യനായിട്ട് മനുഷ്യന്മാരെ കാണുക എന്ന രീതിയാണ്. മതത്തിനപ്പുറത്തേക്ക് മനുഷ്യന്മാരെ കാണുക എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിലെ സുന്നി മത പണ്ഡിതൻ, അദ്ദേഹം യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ റദ്ദാക്കുകയും നാളെ തൂക്കിലേറ്റുമെന്ന് പറയുന്ന ചൊവ്വാഴ്ച 10 മണിക്ക് അവരെ തൂക്കിലേറ്റിയില്ല. അതിന് അദ്ദേഹത്തിൻ്റെ ആത്മീയ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇടപെട്ടു. എന്നിട്ട് അദ്ദേഹം ആ വധശിക്ഷ റദ്ദാക്കി, അല്ലേ, അത് ഇല്ലാതെയാക്കി. എന്നിട്ട് ഗവൺമെൻറ്റിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഞാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് ചെയ്തത് മാനവികതയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന രീതിയിലാണ്, മനുഷ്യനാണെന്ന രീതിയിലാണ്. ഒരാൾ റോഡരികിൽ ആക്സിഡൻ്റായി കിടക്കുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ അതെന്താണ്? മനുഷ്യൻ എന്ന രീതിയിലാണ്. ഇങ്ങനെ നമ്മളെല്ലായിടത്തും എന്ത് ചെയ്യണം? മനുഷ്യൻ എന്ന രീതിയിൽ ഇടപെടണം. അവിടെ നിങ്ങളുടെ ജാതിയോ മതമോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ ഒന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. നമ്മൾക്കാർക്കും ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. ഹ്യൂമനിസം ആൻഡ് ലോജിക് പഠിച്ച ഒരു കുട്ടിക്കും ഒരാളും ശത്രുവായിട്ട് വരാൻ പാടില്ല. ലോകത്ത് ഒരാൾക്കും ശത്രുതയില്ല. നമ്മൾ അല്ലേ ഒരാളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആശയത്തോട് മാത്രമായിരിക്കണം, അല്ലാതെ ആ വ്യക്തി എന്ന നിലയ്ക്ക് ഒരിക്കലും ആവാൻ പാടില്ല. സോ അതാണ് ഇൻസാനിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് ലെറ്റ്സ് മൂവ്. ഓക്കെ, ഹൂ റോട്ട് ദ അനുകമ്പ ദശകം? അല്ലെ, അനുകമ്പ ദശകം എന്ന് പറയുന്ന അനുകമ്പ ഈ ടെക്സ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട മലയാളിയായിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നമുക്കൊക്കെ അറിയാം. അപ്പോൾ അനുകമ്പ എന്ന് പറയുമ്പോൾ ഒരു മലയാളം വേർഡാണല്ലോ, ഈസി ആയിട്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ അനുകമ്പ ദശകം, അല്ലെ, വാസ് റിട്ടൺ ബൈ ശ്രീനാരായണ ഗുരു. സ്ട്രെസ്സിങ് കമ്പഷൻ, അല്ലെ, അനുകമ്പയാണ്. മനുഷ്യന്മാരോടുള്ള അനുകമ്പക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അത് ഹ്യൂമൻ വാല്യൂ, ആസ് എ കോർ ഹ്യൂമൻ വാല്യൂ അദ്ദേഹം അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് എന്താണ്? അനുകമ്പയാണ്. അനുകമ്പക്ക് ഹൈലൈറ്റ് കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി? ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി, ഷാലോ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക വേർഡ് ഷാലോ, നാരോ. ഡീപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആഴം, ഡീപ്പ്, കണ്ടോ, ആഴം. അപ്പോൾ ഡീപ്പ് എക്കോളജിയും ഷാലോ എക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഷാലോ എക്കോളജി ഫോക്കസസ് ഓൺ ഹ്യൂമൻ സെൻറ്റേർഡ് എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. മനുഷ്യന്മാർ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കാഴ്ചപ്പാട്. ഷാലോ എന്ന് പറയുമ്പോൾ ചെറിയ, നാരോ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. വൈൽ ഡീപ്പ് എക്കോളജി വാല്യൂസ് നാച്ചർ ഇൻട്രിൻസിക്കലി, സീയിങ് ഓൾ ബീങ്സ് ആസ് ഈക്വൽ ഇൻ എക്കോളജിക്കൽ ഗ്രൗത്ത്. കണ്ടോ, മനുഷ്യന്മാരാകുമ്പോൾ മനുഷ്യന്മാർക്ക് വേണ്ടി പ്രകൃതി സംരക്ഷിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഡീപ്പ് എക്കോളജി എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ പരിസ്ഥിതി ആവശ്യമാണ്. കടുവക്കും സിംഹത്തിനും മാനിനും, അല്ലെ, തേക്കിനും മരത്തിനും എല്ലാത്തിനും, പച്ചിലകൾക്കും ഒക്കെ, അതുപോലെ മനുഷ്യനും എല്ലാവർക്കും തുല്യമാണ് എന്ന കൺസെപ്റ്റ്
കൺസെപ്റ്റാണ് ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡീപ്പ് എക്കോളജി ആൻഡ് നാരോ എക്കോളജി എന്ന് പറയുന്ന ഡിഫറൻസ്. വാട്ട് ഈസ് ഉബുണ്ടു? വാട്ട് ഈസ് ഉബുണ്ടു? റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ഈസ് ഉബുണ്ടു എന്ന് പറയുന്നത്. ഉബുണ്ടു ഈസ് ആൻ ആഫ്രിക്കൻ ഫിലോസഫി മീനിങ് ഐ ആം ബിക്കോസ് ഓഫ് യു, അല്ലേ? ഐ ആം ബിക്കോസ് വി ആർ. കണ്ടോ, ഞാനിവിടെ നിൽക്കുന്നത് നമ്മളെ കൊണ്ടാണ്, നമ്മളുണ്ടായത് കൊണ്ടാണ് ഞാനുള്ളത്, അല്ലെ? നമ്മളില്ലെങ്കിൽ ഞാനില്ല. ഞാനെന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെ, ഓരോ മനുഷ്യനും നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ, ഹിന്ദു ഉണ്ടെങ്കിലേ മുസ്ലിം ഉള്ളൂ, മുസ്ലിം ഉണ്ടെങ്കിലേ ഹിന്ദു ഉള്ളൂ, അല്ലേ? കാരണം അതൊക്കെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, അല്ലേ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതികളും ഒക്കെ മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യൻ, അതുകൊണ്ട് ആ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ, ഓക്കെ, ഒരു മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റൊരാൾ വേണം. ഈ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ഉബുണ്ടു എന്ന് പറയുന്ന കൺസെപ്റ്റ്. സെറ്റല്ലേ? സെറ്റല്ലേ? യെസ് യെസ് യെസ്. വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഗുഡ് ഇൻ ഡീപ്പ് എക്കോളജി, അല്ലേ? ഡീപ്പ് എക്കോളജിയുടെ നല്ല കാര്യം എന്താണ്, അല്ലെങ്കിൽ നല്ല വശം എന്താണ്? ഡീപ്പ് എക്കോളജിയുടെ നല്ല വശം എന്താണെന്ന് ചോദിച്ചാൽ, ഡീപ്പ് എക്കോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്മാരെ മാത്രമല്ല അഡ്രസ്സ് ചെയ്യുന്നത്, പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളെയും അത് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് ഗുഡ് ഈസ് ദ ഫ്ലറിഷിംഗ് ഓൾ ഓഫ് ലൈഫ് ഫോംസ്. കണ്ടോ, ഫ്ലറിഷിംഗ് ഓഫ് ഓൾ ലൈഫ് ഫോംസ്, എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വിഭാഗത്തിനെയും തുല്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്, എല്ലാ വിഭാഗത്തിനും തുല്യമായിട്ട് കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഗുഡ്, അല്ലേ? ഷാലോ എക്കോളജിയേക്കാൾ എത്രയോ നല്ലതാണ് ഡീപ്പ് എക്കോളജി ആയിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് ഓപ്പോസിഷൻ റിലേറ്റഡ് ടു ടു യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ്? നോക്ക്, ടു യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ഓൺ ഇറ്റ്, ആ ഇംഗ്ലീഷിൽ അർത്ഥമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് സത്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? രണ്ട് പ്രസ്താവനകൾ എന്ന് വേണമെങ്കിൽ പറയാം. നോക്ക്, ഞാനിവിടെ ഒരു പ്രസ്താവന കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ഓൾ ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്. കണ്ടോ, ഓൾ ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്, നോ ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്. എല്ലാ എന്താ പറയുക, ഫ്രൂട്ടുകളും സ്വീറ്റാണ്. നോ ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്. ഒരു സ്വീറ്റും എന്തല്ല, ഒരു ഫ്രൂട്ട്സും സ്വീറ്റ് അല്ല. ഇത് രണ്ടും ശരിയല്ല, അല്ലേ? പക്ഷേ രണ്ടും തെറ്റാവാം. ഇത് രണ്ടും എന്തായാലും ശരിയാവില്ല. കാരണം എല്ലാ ഫ്രൂട്ടുകളും അത് മധുരമുള്ള എന്ന് പറയുമ്പോൾ അത് എന്താണ്, അത് ശരിയല്ല, അല്ലല്ലോ. കാരണം ചില ഫ്രൂട്ടുകൾ മധുരമില്ലാത്തതുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നോ ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്, ഒരു ഫ്രൂട്ട് സ്വീറ്റ് ഉള്ള ചില ഫ്രൂട്ട് മധുരം. അപ്പോൾ ഇത് രണ്ടും ശരിയല്ല, രണ്ടും തെറ്റാവാം. രണ്ടാൽ ഒന്നേ ശരിയുള്ള, ഈ രണ്ടും തെറ്റാവാം, അല്ലേ? കാരണം ചില ഫ്രൂട്ടുകൾ എന്താവാം, മധുരമുള്ളതാവാം, ചിലത് മധുരമില്ലാത്താവാം. ഇതാണ്. അപ്പോൾ ഈ ലെവലിലാണ് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇതാണ് ലോജിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, യെസ്. ഹൗ ഡസ് ദ സെറിമോണിയൽ ഫംഗ്ഷൻ ഡിഫർ ഫ്രം ദ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? നമുക്കൊരു അറിവ് കിട്ടുന്ന സദസ്സും അതുപോലെ തന്നെ ആചാരവും രണ്ടും തമ്മിലുള്ള, കല്യാണവും സെമിനാറും തമ്മിലുള്ള മാറ്റം എന്താ? കല്യാണവും പത്രസമ്മേളനവും തമ്മിലുള്ള മാറ്റം എന്താ? മരണവീടും പത്രസമ്മേളനം തമ്മിലുള്ള മാറ്റം. പത്രസമ്മേളനം വി ആർ ഗെറ്റിംഗ് സം ഇൻഫർമേഷൻസ്, അല്ലേ? സെമിനാറിൽ നിന്ന് നമുക്ക് വി ആർ ഗെറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻസ്, ന്യൂ ഐഡിയാസ്, അതിൽ അറിവുകൾ പകർന്നു തരികയാണ്. അതേസമയം ഇതുപോലുള്ള കല്യാണമാവട്ടെ, മോതിരം മാറുന്ന ചടങ്ങാവട്ടെ, വീടിൻ്റെ ഉദ്ഘാടനം ആവട്ടെ, അതിലൊക്കെ അതൊന്നും നമുക്ക് അറിവ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് ബന്ധങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും വേണം. ഒരു മനുഷ്യന് അക്കാഡമിക്സ് മാത്രം പോരാ, ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ സെറിമോണിയൽ ചടങ്ങ് മാത്രം പോരാ, അറിവ് കിട്ടുന്ന സദസ്സുകളും വേണം, രണ്ടും വേണം. ഓക്കെ, അതാണ് രണ്ടും നമ്മൾ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് വേഴ്സസ് സെറിമോണിയൽ ഫങ്ഷൻസ്. കണ്ടോ, രണ്ടും വേണം. മനുഷ്യബന്ധങ്ങളെ പടുത്തുയർത്താൻ നമുക്ക് എന്ത് വേണം? സെറിമോണിയൽ ഫങ്ഷൻസ് വേണം. ആ ബന്ധങ്ങളിൽ കൂടുതൽ പ്രൗഢമാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് അറിവ് വേണം. അപ്പം എന്ത് വേണം? ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസും ഫങ്ഷൻസും നമുക്ക് വേണം. ഹൗ ഡു സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് ഡിഫർ ഫ്രം ലെക്സിക്കൽ ഡെഫിനിഷൻ? ഓർത്തിരുന്നോ, ലെക്സിക്കൽ എന്ന് പറയുന്ന വേർഡ് എപ്പോൾ നിങ്ങൾ കേട്ടാലും അതിൻ്റെ അർത്ഥം ഡിക്ഷണറിയുമായി ബന്ധപ്പെട്ടതാണ്. ലെക്സിക്കോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലെക്സിയോഗ്രഫി. അപ്പോൾ ഇത് ഡിക്ഷണറിയുമായി ബന്ധപ്പെട്ട, ഡിക്ഷണറിയുള്ള ഡെഫിനിഷനും അല്ലാത്ത സ്റ്റിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊർജിച്ചെടുത്ത, നമ്മൾ അനുമാനിച്ചെടുത്ത, അല്ലെ, നമ്മൾ മനസ്സിൽ കണ്ടൊരു ഡെഫിനിഷൻ ഉണ്ടാവും. അപ്പോൾ അതും നമ്മളുടെ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ അസൈൻസ് എ ന്യൂ മീനിങ് ടു എ ടേം ഫോർ ഡിസ്കഷൻ. കണ്ടോ, അതിൽ നമുക്ക് എന്ത് പുതിയ അറിവുകൾ കിട്ടുകയാണ്, അതിൽ നമ്മൾ പുതിയ അറിവിനെ കണ്ടെത്തുന്നു, അല്ലെ? വൈൽ ലെക്സിക്കൽ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻസ് ദ കോമൺ ഡിക്ഷണറി മീനിങ്. അതേസമയം ലെക്സിക്കൽ ആണെങ്കിലോ അതിലെന്തുണ്ട്? കോമൺ ഡിക്ഷണറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അല്ലേ?
കോമൺ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നൊരു ഒരു വേർഡിന് അർത്ഥം ഉണ്ടാവും, അതായിരിക്കും അതിൻ്റെ അർത്ഥം ഉണ്ടാവുക. അത് ചിലപ്പോൾ നമ്മൾ നോക്കിയ പദത്തോട് ചിലപ്പോൾ ആ സാഹചര്യത്തോട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഡിക്ഷണറി അർത്ഥത്തിനാണ് ലെക്സിക്കൽ എന്ന് പറയുക. നമ്മൾ അനുമാനിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ എന്ന് പറയാം. ഹൗ ക്യാൻ ഡെഫിനിഷൻസ് ഹെൽപ്പ്, നോക്ക്, ഹൗ ക്യാൻ ഡെഫിനിഷൻസ് ഹെൽപ്പ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. ഒരു തർക്കത്തെ എങ്ങനെയാണ് ഡെഫിനിഷൻസുകൾ അല്ലെ നിർവചനങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റുന്നത്? ബൈ ക്ലാരിഫൈങ് ദ മീനിങ് ഓഫ് terms, definitions prevent misunderstanding and reduce ambiguity in debates. കണ്ടോ, അവ്യക്തതകൾ, ആംബിഗ്യൂറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ അവ്യക്തതകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഡെഫിനിഷനെ കൊണ്ട്. എന്ത് തർക്കം ഉണ്ടെങ്കിലും, എന്ത് തർക്കം, അത് മതത്തിൻ്റെ വിഷയമാവട്ടെ അല്ലെങ്കിൽ വ്യക്തികളുടെ കാര്യങ്ങളാവട്ടെ, എന്താണെങ്കിലും അതിന് കൃത്യമായൊരു നിർവചനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിർവചനം വായിച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? നമ്മുടെ അവ്യക്തത ഒഴിവാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് തർക്കം ഒഴിവാക്കും. ഇപ്പോൾ ഷെഫീഖ് കട്ടക്കാടൻ അല്ലേ, ഷെഫീഖ് കട്ടക്കാടൻ എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, താടിയുള്ളവനാണ്, മീശയുള്ളവനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇതൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ഒരാൾ പറയാണ് കട്ടക്കാടൻ എന്താണ്? കാട്ടക്കാടനാണ്, ചൊറുക്കില്ല, ഭംഗിയില്ല എന്ന് പറയുമ്പോൾ ആ ഡെഫിനിഷൻ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ആ തർക്കം അവിടെ തീർന്നു അല്ലേ. കട്ടക്കാടൻ സാർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിക്കട മക്കളെ കമൻറ്റ്. കട്ടക്കാടൻ സാർ, നമ്മൾ SLC പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കട്ടക്കാടെന്ന് വിളിക്കും, ഇടയ്ക്ക് കളിയാക്കിയിട്ട് കാട്ടക്കാടെന്ന് വിളിക്കും. ഓക്കെ, രണ്ടാണെങ്കിലും കട്ടക്കാടൻ. യെസ്, ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, കട്ടക്കാടൻ സാർ ഒന്നടിക്കടോ കട്ടക്കാടൻ സാർ. യെസ്. വൈ ഡസ് സയൻസ് അപ്പിയർ മോർ ലോജിക്കൽ ദാൻ ആർട്ട് ഓർ ലിറ്ററേച്ചർ? സയൻസിന് കൂടുതൽ പ്രാധാന്യം വരാനുള്ള കാരണം എന്താ എന്ന് പറഞ്ഞാൽ, സയൻസിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അല്ലേ. ഇത് പഠിക്കുന്ന വിഷയമാവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ സയൻസ് പറയുമ്പോൾ ശാസ്ത്രം എന്ത് പറഞ്ഞു എന്ന് നോക്കാൻ ആളുകൾ കൂടുതൽ ക്യൂരിയോസിറ്റിയാണ്. ശാസ്ത്ര മനോഭാവമാണ് നമ്മൾ കൂടുതൽ വളർത്തുന്നത്, മതമനോഭാവമല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളല്ല വളർത്തുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പർ ഹാൻഡ് കിട്ടാൻ കാരണം? ദ റീസൺ ഈസ് ബിക്കോസ് സയൻസ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. കണ്ടോ, സയൻസ് എന്ന് പറയുന്ന ഏത് കാര്യം പറയുമ്പോൾ തെളിവ് അടിസ്ഥാനത്തിലാണ് പറയുക. എവിഡൻസ് ഉണ്ട്, റീസണിങ് ഉണ്ട് അവിടെ അല്ലേ. അതിൻ്റെ കാര്യകാരണം പറയും. സിസ്റ്റമാറ്റിക് മെത്തേഡ് കൃത്യമായിട്ട് അതിൻ്റെ ലാബിൽ പരീക്ഷണം നടത്തി വിജയിച്ച ശേഷം എന്താണോ എംപിരിക്കൽ അഥവാ അതിൻ്റെ എവിഡൻസോടുകൂടെ മാത്രമേ സയൻസ് പറയൂ. അതുകൊണ്ടാണ് സയൻസിന് എന്തുള്ളത്? കൂടുതൽ തെളിവുകൾ. അപ്പോൾ തെളിവ് കൂടുതലുള്ളവനല്ലേ എവിടെയും ജയിക്കുക അല്ലെ. കോടതിയിലാവട്ടെ, എന്ത് കേസിലാവട്ടെ, എന്ത് ഇഷ്യൂസിലാവട്ടെ, ഹു ഹാസ് മോർ എവിഡൻസ് ദാൻ അതേഴ്സ് അല്ലെ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്താ പറയുക തെളിവുകളുള്ള ആൾക്കാർക്കായിരിക്കും, അവരായിരിക്കും എന്ത് ചെയ്യാം കൂടുതൽ ജയിക്കുക. whereas art and literature rely on creativity, imagination, subjective interpretation. ആർട്ട് ലിറ്ററേച്ചറിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി അതിൽ വരുന്നുണ്ട്, പക്ഷേ ഇമാജിനേഷൻ വരുന്നുണ്ട്. കണ്ടോ, ഇമാജിനേഷൻ, ഹലൂസിനേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകളെ ഇല്ലാത്തത് ചിന്തിച്ചുണ്ടാക്കുക. ചിലപ്പോൾ അങ്ങ് ആ കവി അവിടെ വരച്ച പാടിയ പാട്ട് ഒരിക്കലും ഈ ഭൂമിയിൽ സംഭവിക്കാത്തതായിരിക്കും. പക്ഷെ സയൻസ് പറയുമ്പോൾ നെവർ സയൻസിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം എന്താ? സയൻസ് ഈസ് ബേസ്ഡ് ഓൺ എംപിരിക്കൽ എവിഡൻസ് അല്ലെ, ലബോറട്ടറിയിൽ പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലോജിക്കിന് പറ്റുന്ന കാര്യങ്ങളെ സയൻസ് പറയാറ്. സോ ദാറ്റ്സ് ഓൾ. ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സിയും ഡി ഒക്കെ വരുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ കൊടുത്ത കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. സെം 4 നമുക്ക് അടിച്ചു പൊളിക്കണം, നല്ല മാർക്ക് വേണം. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓഫ് യുവർ ഓൺ ഷെഫീഖ് കട്ടക്കാടൻ. താങ്ക് യു ഫ്രം എജുമി.